ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuztastykitchen. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ പൊട്ടറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ല കുട്ടി കുട്ടി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കൂടെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇപ്പം ഞാനിവിടെ 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നന്നായിട്ട് തോല കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീരെ കുരുകുരാന്ന് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിന് ചെറിയൊരു പശയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വെള്ളത്തിലേക്കിട്ട് ഒരു 2-3 തവണയെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലുള്ള പശയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും. നമ്മുടെ സ്നാക്സ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു തവണ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയും കൂടി നമുക്കൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ 2-3 തവണ കഴുകിയെടുക്കുമ്പോഴായിരിക്കും നല്ല രീതിയിൽ തന്നെ ഒട്ടും തന്നെ പശയൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ കിട്ടുന്നത്. നന്നായിട്ട് കഴുകി ഇതേപോലെ ശരിക്കും വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് തീരെ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 4-5 ഉരുളക്കിഴങ്ങ് വരെ നമുക്ക് എടുക്കാം. അല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 3 എണ്ണം മാത്രം മതിയാവും. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ടാലും അല്ലെങ്കിൽ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. അതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ചേർക്കേണ്ടത് നമ്മുടെ ചെറിയ ജീരകമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് മൈദയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതും കൂടി ചേർത്ത് മിക്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഇതിങ്ങനെ വിട്ട് പോരാതിരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വീതം മൈദയും അതേപോലെ തന്നെ കോൺഫ്ലവറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചേരുവകളെ നമുക്ക് ആകെപ്പാട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇനി കൈവച്ച് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ആ ഉപ്പും മൈദയും അതേപോലെ തന്നെ കോൺഫ്ലവറും പച്ചമുളകും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ച് വന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ കുറച്ച് എടുത്ത് എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ സിമ്പിൾ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനെടുത്ത എണ്ണയൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നമ്മുടെ മിക്സ് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിൽ വെക്കുക, ഫുൾ ഫ്ലെയിമിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കാതിരിക്കുക. ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം ഇങ്ങനെ റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നല്ല ചൂടോടുകൂടി സോസിൻ്റെ കൂടെയൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. ഇപ്പോൾ 2 വശം റെഡിയായി കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് കോരിയെടുത്ത് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം. കൂടെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.